all, welcome back to my YouTube channel. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 month കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഷോർട്സ് ഡെയിലി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ പോലെ അല്ല, ഇപ്പോൾ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്, അതേപോലെ വ്യൂസ് കൂടിയിട്ടുണ്ട്. സോ എൻ്റെ വീഡിയോസ് കാണുന്നവരും അതേപോലെ എൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ആൻഡ് അതോടൊപ്പം തന്നെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ബിഗിനേഴ്സ് ആയിട്ട് ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും യൂസ്ഫുൾ ആവുന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ ബിസിനസ് ടിപ്പോ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഒരു ബിഗിനേഴ്സിന് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫാക്ടർ എങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. സോ ഞാൻ ഒരു സ്മോൾ ബിസിനസ് ഓണറാണ്. ഞാനിപ്പോൾ ഒരു 4 years ആവുന്നു ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ അതിനെ സ്മോൾ എന്നുള്ളത് വിശേഷിപ്പിക്കുന്നത് ബിസിനസ്സിൻ്റെ നമ്മൾ ചെയ്യുന്ന ഡ്യൂറേഷനിലല്ല, നമ്മളുടെ ആ ഒരു ഡെവലപ്മെൻറ്റിലാണ് നമുക്ക് ആ ഒരു ബിസിനസ് സ്മോൾ ആണോ അല്ലെങ്കിൽ ലാർജ് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇപ്പോഴും എൻ്റെ ബിസിനസ്സിൽ സ്മോൾ എന്ന് പറയുന്നത് നമുക്കൊരു സ്ലോ ഗ്രോത്ത് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ചിലവർക്ക് പെട്ടെന്നായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുന്നത്. പക്ഷെ എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിൽ ഉപരി ഒരു ഗ്രോത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ എന്താ പറയുക, ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ പഠിച്ച നമ്മൾക്ക് എന്തായാലും കുറേ മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പോൾ അതേപോലെ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ഇത്രയും നാൾ നിന്നപ്പോൾ ഞാനൊരു സിംഗിൾ ബിസിനസ് ഓണറാണ്. എനിക്ക് ഹെൽപ്പിംഗ് ആയിട്ട് ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്ട്രഗിൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും. കുറച്ചും കൂടി വലിയ ബിസിനസ്സൊക്കെ ആകുമ്പോഴേക്കും ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോൾ പറയുന്നതും സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അവർക്കായിരിക്കും യൂസ്ഫുൾ ആവുന്നത്. സോ ഞാൻ ഇവിടെ കുറച്ചധികം പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ചധികം ടിപ്പുകൾ പറയുന്നുണ്ട്. ടിപ്പ് എന്നല്ല, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ടിപ്സും വരുന്നുണ്ട്, അല്ലാതെ കുറച്ച് എലമെന്റ്സും വരുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഒരു ബിസിനസ്, അതിപ്പോൾ എന്ത് ബിസിനസ് ആയിക്കോട്ടെ, ക്രാഫ്റ്റിംഗ് തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ കേക്കിൻ്റെ ബിസിനസ് ചെയ്യുന്നവർ, ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്നവർ, എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സോഴ്സ് ഓഫ് ഫണ്ട് വേണം. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് വേണം. അത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ഒരു സ്കെയിൽ പോലെ ഇരിക്കും. അതായത് നമ്മൾ വലിയ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വലിയ ഒരു ഫണ്ടിന് ആവശ്യം വരത്തുള്ളൂ. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ അത് നമ്മൾ റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഇനീഷ്യലി ഒരു സ്മോൾ എമൗണ്ട് ആയിരിക്കും, പിന്നീട് നമുക്ക് ആ ഒരു ബിസിനസ്സിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഫണ്ട് കിട്ടുകയാണ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്ക് കിടക്കാനായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്. സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്ങിന് എടുത്തു പറയാൻ കാര്യം, ഇപ്പോഴത്തെ ഒരു ബിസിനസ് രീതി നോക്കണമെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ, എല്ലാ ആൾക്കാരും ഏത് ഏജ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും യങ്സ്റ്റേഴ്സ് തൊട്ട് കുറച്ച് പ്രായമുള്ളവർ വരെ സോഷ്യൽ മീഡിയ ഒരേപോലെ യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പം അങ്ങനെ പ്രായമുള്ളവർ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഇല്ല, എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് കുറച്ചും കൂടി നമുക്ക് ഇപ്പോൾ ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ പോലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ഒത്തിരി ബിസിനസ് ഡെവലപ്മെന്റ് നടത്താൻ പറ്റും. കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മുടെ ബിസിനസ് മാക്സിമം ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇതൊക്കെ ഇട്ടുകൊണ്ട് വേണം നമ്മൾ ആൾക്കാരെ കൂടുതൽ നമുക്ക് ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. വെറുതെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയിട്ട് കാര്യമില്ല. അതിൽ ചിലപ്പോൾ ഇപ്പം എൻ്റെ പേജ് എടുക്കുവാണെങ്കിൽ തന്നെ 4 വർഷമായിട്ട് എനിക്ക് ആകെ 1300 സംതിങ് ഫോളോവേഴ്സേ ഉള്ളൂ. പക്ഷെ ഫോളോവേഴ്സിന്റെ കൗണ്ടിലല്ല കാര്യം, നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ സക്സസ്. അല്ലാതെ ഫോളോവേഴ്സ് ഒത്തിരി ഉണ്ടായിട്ടും ഓർഡേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. സോ ഫേക്ക് ആയിട്ടുള്ള ഫോളോവേഴ്സിന് ഉണ്ടാക്കുന്നതിനും പകരം ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവർ തരുന്ന ഓർഡേഴ്സ് അല്ലെങ്കിൽ അവർ ത്രൂ വേറൊരാൾ നമ്മുടെ പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓർഡർ തന്നാൽ ആ ഓർഡർ തരുന്നതിലാണ് കാര്യം. സോ അവിടെയാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. അപ്പോൾ
പേജിന്റെ ഡെവലപ്മെന്റ് ചിലപ്പോൾ സ്ലോ ആണെങ്കിലും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും മാക്സിമം അത് ആൾക്കാരിലേക്ക് എത്തിക്കുക. നമുക്ക് പരിചയമുള്ളവർ മാത്രമല്ല, പരിചയമില്ലാത്തവരും നമുക്ക് നമ്മുടെ ബിസിനസ് അറിയണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതുപോലെ വാട്സപ്പും അത് നിങ്ങളുടെ രീതിയിൽ നമ്മൾ ഒരു ഐഡിയ വെച്ച് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് ക്രിയേറ്റിവിറ്റി, എന്ത് കാര്യത്തിലും നമ്മൾ ഒരേപോലെ ഒരേ സാധനം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, അതായത് ഇപ്പൊ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒത്തിരി, ഇപ്പൊ കേക്കിന്റെ ആണെങ്കിൽ നമ്മൾ ഒരേ പാറ്റേണുള്ള കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഓർഡേഴ്സ് അധികം വരില്ല. അതേസമയം ട്രെൻഡിനനുസരിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ക്രിയേറ്റിവിറ്റി അത് ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്താലും പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത് കൊണ്ടുവരാൻ നോക്കണം. ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ എന്ത് സാധനമാണോ നമ്മൾ ഡീൽ ചെയ്യുന്നത്, കേക്ക് ആയിക്കോട്ടെ ഗിഫ്റ്റ് ആയിക്കോട്ടെ, അതിനകത്ത് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരാൻ നോക്കണം. എങ്കിലും മാത്രമേ ആൾക്കാർക്ക് അത് എന്താ പറയുക, നമ്മൾ ഒരു ഫുൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. എപ്പോഴും അപ്ഡേറ്റഡ്, ഓൾഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് എല്ലാം ചെയ്യണം നമ്മൾ, പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന പ്രൊഡക്ട്സ് വരെ നമ്മുടെ പേജിൽ അവൈലബിൾ ആക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അതിലൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും നമ്മളെ. ആൻഡ് ന്യൂ ലോഞ്ചസ്, അതായത് ഇപ്പം നമ്മളൊരു പുതിയ പുതിയ സാധനം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു പോയിന്റാണ്. അതായത് ന്യൂ ലോഞ്ചസ് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ പേജിൽ പുതിയ പുതിയ ഐറ്റംസ് കൊണ്ടുവരുമ്പോഴാണ് കസ്റ്റമേഴ്സിന് ഇത് കൊള്ളാലോ, ഇത് കണ്ടിട്ടില്ലല്ലോ, വേറെ പേജിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പേജിലേക്ക് ചിലപ്പോൾ അവർ ആദ്യം വേറെ പേജിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ പോലും നമ്മളെ പരിചയമുള്ള കസ്റ്റമേഴ്സ്, നമ്മുടെ പരിചയമുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ പേജിലായിരിക്കും അത് ആദ്യം കാണേണ്ടത്, നമ്മുടെ പേജിലായിരിക്കണം. സോ നമ്മൾ പുതിയ ലോഞ്ചസ് മാക്സിമം കൊണ്ടുവരണം. എപ്പോഴും ഒരേപോലത്തെ പ്രൊഡക്ട്സ് ഇറക്കുമ്പോഴേക്കും ആൾക്കാർക്ക് അത് വാങ്ങിക്കാൻ അത്ര ആൾക്കാരെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പുതിയ ലോഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരണം. പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആയാലും ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ഒന്നും വരില്ല. ആദ്യം ഒരു രണ്ട് കസ്റ്റമേഴ്സ് ആണെങ്കിൽ ആ കസ്റ്റമേഴ്സിലൂടെ വേറെ ആൾക്കാർക്ക് നമ്മുടെ ബിസിനസിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമറായിട്ട് നമ്മൾ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അത് നമ്മളോട് ട്രസ്റ്റ്, നമ്മുടെ പ്രൊഡക്ട്സിനോട് ട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അവർ വേറൊരാൾക്ക് നമ്മുടെ പേജ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഓരോരുത്തരും സജസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സും നമ്പർ ഓഫ് ഓർഡേഴ്സും നമ്മുടെ ഒരു പേജിന്റെ നമ്മുടെ ഒരു ബിസിനസിന്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നത്. സോ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കസ്റ്റമറായിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഓർഡർ കഴിഞ്ഞ് പിന്നെയും നമുക്ക് അയാൾ അടുത്ത ഓർഡർ തരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷനും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതിലും ഒരു കോംപ്രമൈസും നമ്മൾ വരുത്താൻ പാടില്ല. പിന്നെ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് മെയിൻലി വരുന്നത്. ഇതൊക്കെയാണ് സ്ട്രാറ്റജീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ ജസ്റ്റ് ഒരു പേജ് തുടങ്ങിയിട്ട് കാര്യമില്ല, നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് കൊടുക്കണം. മാക്സിമം നമുക്ക് ഡെയിലി സ്റ്റോറിയും അതേപോലെ പോസ്റ്റുകളും റീലുകളും. ആദ്യം തന്നെ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഓർഡേഴ്സ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഓർഡേഴ്സ് ഉണ്ടാവില്ല. നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി നോക്കി നമ്മൾ പേജിൽ ഇടുമ്പോഴേ ആൾക്കാർക്ക് ഈ പേജിൽ ഈ സാധനം അവൈലബിൾ ആണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. സോ കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഒരാൾ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ നമ്മുടെ പേജ് ഫ്രണ്ടിൽ വരണം. നമ്മൾ അത്രയും ഡെയിലി നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാവരും നമുക്ക് ഓർഡേഴ്സ് തന്നിട്ടുണ്ടാവില്ല, പക്ഷേ അവർ നമ്മുടെ പേജ് കാണുന്നുണ്ടാവും. അപ്പോൾ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫീഡിൽ നമ്മുടെ ഡെയിലി നമ്മളിടുന്ന വീഡിയോസും പോസ്റ്റുകളും അല്ലെങ്കിൽ സ്റ്റോറി അതിങ്ങനെ പോവുക. അപ്പം എന്താ, ഇപ്പം എൻ്റെ ബിസിനസിന്റെ പേര് ബ്ലൂ സ്കൈ എന്നാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും എന്താ പറയുക, ബ്ലൂ സ്കൈ എന്നുള്ള പേര് ആരും മറക്കണില്ല. കാരണം മാക്സിമം ഡെയിലി ഞാൻ അപ്ഡേറ്റ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെ എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരുടെ ഫീഡിലും എന്തായാലും ഈ ഒരു സ്റ്റോറി ആയാലും അല്ലാതെ പോസ്റ്റ് ഇടുമ്പോഴാണെങ്കിൽ റീൽസ് ഇടുമ്പോഴാണെങ്കിൽ പോകും. അപ്പം എൻ്റെ ആ ഒരു ഡെയിലി അപ്ഡേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു വീഡിയോ കണ്ടില്ലെങ്കിലും എൻ്റെ ആ ഒരു പേജിന്റെ പേര് റിപ്പീറ്റഡ് ആയിട്ട് അവർ ഡെയിലി അവരുടെ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോഴും വാട്സപ്പ് തുറക്കുമ്പോഴൊക്കെ കാണുമ്പോൾ അവരെന്താണ് നമ്മുടെ പേജിന്റെ പേര് ഓർക്കും. പിന്നീട് അവർ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഇത് ഓർക്കണം. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ
പേജ് ആക്റ്റീവായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഫോളോവേഴ്സും കൂടത്തുള്ളൂ, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനും അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവരിപ്പോൾ പേജിൽ നമ്മളൊന്നും ഇടുന്നില്ലെങ്കിൽ അവർ വിചാരിക്കും നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നേ വിചാരിക്കുള്ളൂ. സോ മാക്സിമം ഒരു ബ്രേക്ക് എടുക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളും കൊടുക്കണം. അതേപോലെ തന്നെ പിന്നൊരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി എനിക്ക് വർക്ക്ഔട്ട് ആയതുകൊണ്ട് കാര്യം ഓഫേഴ്സ് നമ്മൾ കൊടുക്കാം. അതിപ്പോൾ എല്ലാ പ്രൊഡക്ട്സിനും സീസൺ ബേസ്ഡ് ആയിട്ട് ഓഫേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ക്രിസ്മസിന് ന്യൂ ഇയർ അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ മന്ത് ബിഗിനിങ്ങിലൊക്കെ നമ്മൾ ഓഫേഴ്സ് നമുക്ക് കൊടുക്കുമ്പോഴേക്കും കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കും. പിന്നെ മാക്സിമം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ മാക്സിമം ആൾക്കാരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കാം. തുടക്കക്കാരാകുമ്പോഴേക്കും പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു പേജ് ഉണ്ടെന്നുള്ളത് നമുക്ക് മറ്റുള്ളവർ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, കസിൻസ് അങ്ങനെ ആൾക്കാരെ കൊണ്ട് നമ്മൾ അത്യാവശ്യം അവരെ കൊണ്ട് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടിപ്പിച്ച് കുറച്ച് പ്രൊമോട്ട് ചെയ്യണം. എങ്കിലും മാത്രമേ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു നമ്മളൊരു പുതിയ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്ന് മറ്റുള്ളവർ അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും തുടങ്ങുന്നത്. ഞാനും ഇങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. മീൻസ് ഇത്രയും ഓർഡേഴ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ബിസിനസ് തുടങ്ങണം, സ്വയം എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അത് ഇന്നതെന്നല്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമാണ്. പക്ഷെ എല്ലാവർക്കും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും റിസ്ക് ആണ്. ഓർഡേഴ്സ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, വെറുതെ പോലെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ചെറുതായിട്ട് തുടങ്ങാം എന്നുള്ളൊരു ആ ഒരു ഡിസിഷൻ നമ്മൾ നമ്മുടെ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രീംസിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. ഒത്തിരി വലിയ ബിസിനസ് ഒന്നും ആയില്ലെങ്കിൽ പോലും ഉള്ളത് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിലും എനിക്കറിയില്ല ഫ്യൂച്ചറിൽ ഞാനത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന അറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫ്യൂച്ചറിൽ ഇത് നിർത്തിപ്പോയാൽ പോലും നമുക്ക് ആ ഒരു പേജ് കാണുമ്പോൾ നമുക്ക് ഒത്തിരി മെമ്മറീസ് ആണ്. ഓരോ ഓർഡേഴ്സ് ആയാലും നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും നമുക്ക് ഒത്തിരി മെമ്മറീസും ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്തായാലും ബിസിനസ് എന്ന് പറയുന്നത്. മറ്റൊരാളെ ഫോഴ്സ് ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിലും ഇൻ കേസ് ഫ്യൂച്ചറിൽ ഞാൻ നിർത്തിയാൽ പോലും എനിക്ക് പിന്നീട് എൻ്റെ ഫോണിൽ തന്നെ എനിക്ക് ഈ ഒരു ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് എടുക്കുമ്പോഴേക്കും ഞാൻ ചെയ്ത അത്രയും വർക്ക്സ് എനിക്കായാലും ഞാൻ മനസ്സുകൊണ്ട് എനിക്കൊന്ന് മീൻസ് ആലോചിക്കാമല്ലോ. ദാറ്റ് ഇസ് പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് നിർത്തണം എന്നുള്ളതല്ല, മാക്സിമം നമുക്ക് ബിസിനസ്സിൽ ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ. ബിസിനസ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അത് നല്ല രീതിയിൽ കണ്ടിന്യൂറ്റിയിൽ കൊണ്ടുവരിക. പിന്നെ ജോലിയും ബിസിനസ്സും ഒക്കെ കൂടി ഒരുമിച്ച് ചെയ്യുന്നവരുണ്ട്. പ്രൊഫഷനും പാഷനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ ഷുവറായിട്ടും അങ്ങനെ കൊണ്ടുപോവാം. അപ്പോൾ ഈ വീഡിയോ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പം ബിസിനസ് ചെയ്ത് തുടങ്ങിയ കുറച്ച് ആൾക്കാർക്ക് ആണെങ്കിലും കുറച്ചെങ്കിലും ഇതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കണക്റ്റഡ് ആയിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വർക്ക്ഔട്ട് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ഫോർ നൗ.